Hello. Welcome to Market Discussion of the Day. Today, July 23rd, 2025, വെനസ്ഡേ ആണ്. സോ നമ്മൾ ഇന്ന് നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം എക്കണോമിക് കലണ്ടർ പ്രകാരമായിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്നലെ നമ്മൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന്. കാരണം ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു ഇന്നലെ 1:30 മണിക്ക്. ആ ഒരു സമയത്ത് വന്നിട്ടുള്ള വോളറ്റാലിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള മേജർ ഈവൻറ്റ്സ് വരുന്ന സമയത്ത് മാറി നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. കാരണം ഇന്നലെ 3390 ആക്ച്വലി ഈ ഫെഡ് ചെയർ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവർലി ക്യാൻഡിൽ. അതിനുശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് 3407 അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ തന്നെ 3330 വരെ എത്തിയിട്ടുമുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് രാവിലെ പിന്നീട് മാർക്കറ്റ് 3330 വരെ 37-39 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം 3400 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു പക്കാ റെസിസ്റ്റൻസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ പല ആൾക്കാരും അവിടെ നിന്ന് സെല്ലെടുത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈവൻ വോറിൻ്റെ സമയത്ത് പോലും 3400 ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗോൾഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചു? ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് പ്രകാരം മാർക്കറ്റ് ഗോൾഡിൻ്റെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്തു. സോ അതുകൊണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനത്തുള്ള മേജർ ഈവൻറ്റ്സ് ഉള്ള സമയത്ത് മാറി നിൽക്കണം എന്ന് പറയുന്നത്. അതും ബേസിക്കലി ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കുറേ ന്യൂസുകൾ ഈ വീക്കെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, പല കാര്യങ്ങൾ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ, അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ മിസൈൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. അതിൻ്റെ കൂടെ എന്താ പറയുക, ഒരുപാട് അൺസർട്ടനിറ്റി. ഇപ്പോൾ ജപ്പാനിൽ നേരത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഭൂരിപക്ഷം പോയി എന്നുള്ളൊരു സാഹചര്യം. ഓക്കെ, സോ ഇതൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടാണ് ആക്ച്വലി. അത് മാത്രമല്ല, മെയിൻലി ഇന്നലെ ആ ഫെഡ് ചെയർ സ്പീച്ചിൻ്റെ ആ ഒരു സമയത്താണ് ആക്ച്വലി ഈ റേഞ്ച് വിട്ടു പോകുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള ടെക്നിക്കൽസ് ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ പാർട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് വരാനുള്ള ഫണ്ടമെന്റൽസിനെ കുറിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫണ്ടമെന്റൽസ് ഒന്നും തന്നെ ഇല്ല. എന്താ പറയുക, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് 3 മണിക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഭയങ്കര വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടായി. 3320 റേഞ്ചിൽ നിന്ന് 3378 വരെ മാർക്കറ്റ് കഴിഞ്ഞ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച ഇന്ന് ഈ ഒരു ന്യൂസ് വരുമ്പോൾ അത്രയും വലിയ വോളറ്റാലിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ സൈഡിൽ നിന്നുള്ളത്. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു ബാച്ച്. അടുത്ത ചൊവ്വാഴ്ച അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. വളരെ ബേസിക്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരു ബാച്ചാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം, ബേസിക്സ് അറിയത്തില്ല എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ആ ഒരു 4 ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആണ്. 7:30-ക്കും 10:30-ക്കും ഇന്ത്യൻ ടൈമിങ്ങിൽ 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറഞ്ഞു പോകുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY തന്നെ പോവാം. JPY നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. JPY 148 മുകളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജപ്പാനിലെ ഗവൺമെൻറ് എന്താ പറയുക, അവരുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഭൂരിഭാഗം ഇല്ലാത്തതിൻ്റെ പേരിൽ മാർക്കറ്റ് 148 എന്ന് പറയുന്നത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഇപ്പോൾ താഴോട്ട് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. മാർക്കറ്റ് എവിടെ വരെ പോകുന്നൊന്നും എനിക്കറിയില്ല. 142 വരെയൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ലോങ്ങർ ടേം ബൈ എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറയുക, അത് മാത്രമല്ല ഇന്നൊരു റിസ്കി ടെക്നിക്കൽ ഡേയും കൂടെയാണ്. 142 അവിടെ 146 അവിടെ നിന്ന് വേണമെങ്കിൽ എന്നുള്ള ആൾക്കാർക്ക് ചെറിയ ലോട്ട് ബൈ ചെയ്ത് ഒരു ചെറിയൊരു എന്താ പറയുക പ്രോഫിറ്റ് എടുത്ത് പോകാം. 147 വരെയൊക്കെയുള്ള പ്രോഫിറ്റ് എടുത്ത് പോകാവുന്നതുമാണ് വേണമെന്നുള്ള ആൾക്കാർക്ക് മാത്രം കേട്ടോ. അതാണ് നമ്മുടെ JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ വീണ്ടും 1.317
1 വീണ്ടും റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 1.1750 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടുന്ന് സെൽ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ മുകളിലായിട്ട് പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 1 അവർ ക്യാൻഡിൽ മാർക്കറ്റ് ഓപ്പണിങ്സിന് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് 1.1800 വരെ മാർക്കറ്റ് പോകും എന്നുള്ളത്. അങ്ങനെ 1.1800 വരെ മാർക്കറ്റ് പോയാൽ അവിടുന്ന് നമുക്കൊരു സെല്ല് വേണമെങ്കിൽ എടുത്ത് പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ്. 1.1800 അവിടുന്ന് നമുക്കൊരു സെല്ലെടുത്ത് പരീക്ഷണം നടത്താവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ 1.1840 മുകളിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് അവിടുന്ന് സെല്ലെടുക്കാം. ഇല്ലാത്ത പക്ഷം 1.1500 എത്തുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ബൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എൻട്രി. നമ്മളുടെ യൂറോയിൽ നേരെ GBPയിലോട്ട് വരുമ്പം 1.376 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് നിങ്ങൾക്കറിയാമല്ലേ 1.1335 50 മുകളിലായിട്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇനിയിപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് 1.3500 മുകളിൽ തന്നെയാണ് ഇന്ന് ക്ലോസിങ്ങും. നാളെ രാവിലെ 7:30 മണിക്ക് 1.3500 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുത്ത് GBPയിൽ നല്ലൊരു ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞ് പോവുകയാണ്. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇന്നലെ ഗോൾഡ് എന്ത് സംഭവിച്ചു. ഗോൾഡ് ഈ പറയുന്ന ന്യൂസിൻ്റെ സമയത്ത്, അതായത് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച്, അത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസ്, അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് പ്രകാരം മാർക്കറ്റ് മുകളിലോട്ട് പോയി 3430 മുകളിൽ ഇപ്പോൾ ജസ്റ്റ് നിൽക്കുന്നു. 30 മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അവർലി ക്യാൻഡിൽ 3330 മുകളിൽ കയറിയിട്ടില്ല. ഈവൻ ഒരു എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ടൈമിങ്ങിൽ പോലും 3330 മുകളിൽ ഒരു 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാത്തത് പക്ഷം നമുക്ക് മാർക്കറ്റ് ഇതുവരെ 3430 മുകളിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമുക്ക് നല്ലൊരു എൻട്രി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് സെല്ല് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വേണമെന്നുള്ള ആൾക്കാർക്ക് ആവാം കേട്ടോ. കഴിഞ്ഞ നേരത്തെ പോയ 3339 മുകളിൽ $4-5 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക 3000 അത് വേണമെന്നുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടും. ഇതേവരെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് പോലും എന്താ പറയുക മേജർ കൺട്രീസിൻ്റെ കൂടുതൽ വോളിയം ചേഞ്ച് ആവുന്ന മാർക്കറ്റ് എന്താ പറയുക ഒരു ടൈമിങ്ങിന് പോലും ടൈമിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ. രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണി, 11:30 മണി, 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവുന്നു, 2:30 മണിക്ക് ഏഷ്യ ഓപ്പൺ ആവുന്നു, US 6:30 ഓപ്പൺ ആവുന്നു, 8:30 യൂറോപ്പ് ക്ലോസ് ആവുന്നു അല്ലേ. ഈ മേജർ ടൈമിങ്ങിൽ ഒന്നും തന്നെ 3430 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവാത്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് എന്താ പറയുക താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അങ്ങനെ മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 3400 അവിടെ നിന്ന് വീണ്ടും നമുക്ക് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. 3400-405 ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുത്ത് പോകാം. ഇതാണ് ഗോൾഡിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെ ചെയ്യണം നമ്മൾ. അല്ലാത്ത പക്ഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് 100% ഉറപ്പുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3380 മുകളിലായിട്ട് നമുക്ക് ബൈ എടുക്കാം എന്നുള്ള കാര്യം. 3383-84 റേഞ്ചിൽ ബൈ എടുക്കാം എന്നുള്ള കാര്യം. 83 വന്നില്ല, 84 അവിടെ നിന്നൊക്കെ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ 82-83 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈ എടുക്കാം എന്നായിരുന്നു. എനിക്ക് ആ എൻട്രി കിട്ടിയിട്ടില്ല. അത് വെച്ചിട്ട് ഞാൻ ഇന്ന് ആ എൻട്രി കിട്ടിയില്ലല്ലോ, മാർക്കറ്റ് ഒരുപാട് മുകളിലോട്ട് പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഉറപ്പായിട്ടും റീട്രേസ് ചെയ്ത് താഴോട്ട് വരും മാർക്കറ്റല്ലേ. അപ്പം നമുക്ക് നല്ലൊരു എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.